വെൽക്കം ടു സൈലം ലേണിംഗ്. അമൃത മിസ് ആണ്. അപ്പോൾ മകളെ, നമ്മളെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടിപൊളിയായിട്ട് ഇനി LSSന് പഠിച്ചു തുടങ്ങേണ്ട സമയമാണ്. ഓൾറെഡി സമയമൊക്കെ ജൂൺ മുതലേ പഠിച്ചു തുടങ്ങേണ്ടതായിരുന്നു. ഇനിയും വൈകിട്ടില്ല. ഇപ്പം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇങ്ങനെയുള്ള LSS എക്സാമിന്, എല്ലാ വർഷവും LSS എക്സാമിന് ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്ന ഭാഗം. ക്ലോക്കിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ട് നമ്മളുടെ LSS എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്ന വരുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഐഡിയ തന്നിരിക്കാനാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. ക്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് ഈ ക്ലോക്ക് എന്ന് പറയുന്നത്, അല്ലേ? ആക്ച്വലി 2 ടൈപ്സ് ഓഫ് ക്ലോക്കാണ് നമുക്ക് പരിചയമുള്ളത്. ഒന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ക്ലോക്ക്, അല്ലെ സ്കൂളിലൊക്കെ നമ്മൾ കാണുന്ന ക്ലോക്ക്. 3 നീഡിലുകൾ ഉണ്ടാവും, അല്ലെ? മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, അവർ സൂചി, മണിക്കൂർ സൂചി എന്ന് പറഞ്ഞിട്ട് 3 നീഡിലൊക്കെയുള്ള കുറെ നമ്പേഴ്സ്, 1 മുതൽ 12 വരെ നമ്പേഴ്സ് ഒക്കെ എഴുതിയ ഒരു ക്ലോക്ക്. അതേപോലെ ചില ഫ്രണ്ട്സിന്റെ വാച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇതേപോലെ ആയിരിക്കും വാച്ച് ഉണ്ടാവുക. ടൈം ഇങ്ങനെ എഴുതി കാണിച്ചിട്ടുണ്ടാവും, അല്ലേ? അപ്പൊ ഇങ്ങനെ ടൈം എഴുതി കാണിക്കുന്ന വാച്ചിനെ നമ്മൾ ഡിജിറ്റൽ വാച്ച് എന്നു, സമയം നമ്മൾ കണ്ടുപിടിക്കുന്ന വാച്ചിനെ അനലോഗ് വാച്ച് എന്നാണ് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് വാച്ച്. അപ്പൊ ഇനി നമ്മൾ സമയം നോക്കുമ്പോൾ നമ്മൾ രാവിലെ എത്ര മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കും. 6 മണിക്ക് എഴുന്നേൽക്കും. വൈകുന്നേരം എപ്പോഴാ നിങ്ങൾ സന്ധ്യ, അല്ലെ, നമ്മൾ എപ്പോഴാ പഠിക്കാനിരിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഞാൻ പഠിക്കാനിരിക്കും, അല്ലേ? രാവിലെ 6 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, എഴുന്നേൽക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് നിങ്ങൾ പഠിക്കാനിരിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇവിടെ രാവിലെയും 6 മണിയാണ്, വൈകുന്നേരവും 6 മണിയാണ് നമ്മുടെ ക്ലോക്കിൽ. പക്ഷെ ചില ക്ലോക്ക് ഉണ്ട്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോക്കിൽ വൈകുന്നേരം 6 മണി എന്ന് പറയില്ല. വൈകുന്നേരം നമ്മൾ എന്ത് പറയില്ല, 6 മണി എന്ന് പറയില്ല. പകരം അവർ പറയുക എന്താണ്, 18 മണി എന്നാണ്. 18 അവർ എന്നാണ് പറയുക, 18 മണിക്കൂർ. അതായത് അവരുടെ ക്ലോക്ക് വേറെയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കിൽ രാവിലെ 6 മണിയുണ്ട്, വൈകുന്നേരവും 6 മണിയുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് 12 അവർ ക്ലോക്ക്. റെയിൽവേ സ്റ്റേഷനിൽ, എയർപോർട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ക്ലോക്കിന്റെ പേരാണ് 24 അവർ ക്ലോക്ക്. അവർക്ക് എന്താ പ്രത്യേകത? അവർക്ക് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 മണിയാണ്. പക്ഷെ അവർക്ക് 1 മണിയല്ല, അവർക്ക് 13 മണിയാണ്. 13, 14, 15 അത് 24 വരെ പോകും. അതാണ് മിസ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 മണി കഴിഞ്ഞാൽ, 12 മണി കഴിഞ്ഞാൽ 13, 14, 15, 16, 17, 18 അങ്ങനെ 23, 24 വരെ. അപ്പോൾ വൈകുന്നേരം 6 മണി എന്ന് പറഞ്ഞാൽ 24 അവർ ക്ലോക്കിൽ 18 അവേഴ്സ് ആണ്. രാവിലെ 6 മണിക്ക് എന്തേ വ്യത്യാസമുണ്ടോ? ഇല്ല. AM ആണെങ്കിൽ ഒരു വ്യത്യാസവും ഇല്ല. AM ആണെങ്കിൽ രാവിലെ 6 AM എന്ന് പറയുന്നതും റെയിൽവേയിൽ 6 AM എന്ന് പറയുന്നതും സെയിം ആണ്. അവർക്ക് വ്യത്യാസമൊന്നുമില്ല. എവിടെയാണ് വ്യത്യാസം? ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷമാണ് 12 അവറും 24 അവർ ക്ലോക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ക്ലോക്കും റെയിൽവേയുടെ ക്ലോക്കും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ LSS എക്സാമിന് ഉറപ്പായും ചോദിക്കാൻ പോവാണ്. അത് ഏതൊക്കെ ചോദ്യങ്ങളാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ആപ്പിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ആരെങ്കിലും ഇനിയും നമ്മുടെ ആപ്പ് പർച്ചേസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക. പ്രാണ ബാച്ചിന്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് LSSന്റെ കോച്ചിങ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ആരും ചാൻസ് മിസ് ചെയ്യേണ്ട, വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഒരുമിച്ച് നമുക്ക് അടിപൊളിയായിട്ട് LSS ക്രാക്ക് ചെയ്യാം.